പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഫ്രണ്ട്സ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മളിന്നൊരു ഹെൽമെറ്റ് ക്ലീൻ ചെയ്യുന്ന വീഡിയോ ആണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമ്മളിത് സാധാരണ വെച്ചുകൊണ്ട് പോകുന്ന ഹെൽമെറ്റുകളൊക്കെ ഇതുപോലെ അകത്ത് നോക്കി കഴിഞ്ഞാൽ ഇതുപോലെ അഴുക്ക് പറ്റിയിരിക്കുന്നത് കാണാം. അപ്പോൾ ചില ഹെൽമെറ്റ് നമുക്ക് ഇളക്കി ക്ലീൻ ചെയ്യാൻ കഴിയും, പക്ഷേ ചിലതൊന്നും ഇളക്കി ക്ലീൻ ചെയ്യാൻ കഴിയില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഇത് ക്ലീൻ ചെയ്യുന്ന വീഡിയോ ആണ്. അപ്പോൾ അതിനായിട്ട് നമ്മൾ എടുത്തിട്ടുള്ളത് ഒരു സ്റ്റീൽ ബേഡിൻ്റെ തന്നെ ആൻറ്റി ബാക്ടീരിയൽ ഹെൽമെറ്റ് ക്ലീനർ എന്ന് പറഞ്ഞ ഒരു പ്രൊഡക്റ്റാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് ഉപയോഗിച്ചാണ് നമ്മളൊന്ന് ക്ലീൻ ചെയ്യാൻ പോകുന്നത്. ഇതൊരു ഫോമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെയൊക്കെ കാണാൻ കഴിയും, ഇതിലൊക്കെ അഴുക്ക് പറ്റിയിരിക്കുന്നത് കാണാൻ കഴിയും. അതുപോലെ തന്നെ ഇതിനകത്തൊക്കെ അഴുക്ക് പറ്റിയിരിക്കുന്നതായിട്ട് കാണാൻ കഴിയും. ഇതൊക്കെ നമ്മുടെ തലമുടിയിൽ നിന്നും ഉള്ള അഴുക്കാണ് ഇതിൽ പറ്റുന്നത്. അപ്പോൾ ഇത് ക്ലീൻ ചെയ്യാതിരുന്ന് കഴിഞ്ഞാൽ ഇതുപോലുള്ള ഫംഗസ് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഇതിലുണ്ടാകാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ ഇതുപോലുള്ള പ്രൊഡക്റ്റുകൾ നമുക്ക് ഓൺലൈൻ വഴി വാങ്ങിക്കാൻ കിട്ടും. ഇതിപ്പോൾ സ്റ്റീൽ ബേഡിൻ്റെ തന്നെ ഒരു പ്രൊഡക്റ്റാണ്. അപ്പോൾ നമ്മൾ ഇത് ഉപയോഗിച്ചാണ് ഇത് ക്ലീൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിനായി വേണ്ടത് നമുക്ക് ഇതുപോലുള്ളൊരു ഹെൽമെറ്റ് ക്ലീനറും പിന്നെ വേണ്ടത് ഒരു വെള്ള തുണിയുമാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മളിത് ക്ലീൻ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ അതിനായിട്ട് നമ്മൾ എടുത്തിട്ടുള്ളത് ഒരു ആൻറ്റി ബാക്ടീരിയൽ ഹെൽമെറ്റ് ക്ലീനറാണ്. അപ്പോൾ നമുക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഇത് ഓപ്പൺ ചെയ്തതിന് മുമ്പ് നമുക്കൊന്ന് ഷേക്ക് ചെയ്യണം. നല്ലതായി ഒന്ന് ഷേക്ക് ചെയ്യുക. ഷേക്ക് ചെയ്തതിന് ശേഷം ഇത് ഓപ്പൺ ചെയ്യുക. അപ്പോൾ നമ്മളിത് എടുത്തു കഴിഞ്ഞു. അപ്പോൾ ഇതിൻ്റെ മുകളിലൊരു അടപ്പ് കാണാം, അത് നമ്മൾ പൊട്ടിക്കുകയാണ്. പൊട്ടിച്ച് കഴിഞ്ഞു. അതിന് ശേഷം ഇത് നല്ല രീതിയിൽ മിക്സ് ചെയ്തതിന് ശേഷം ഇത് അടിക്കുക. അപ്പോൾ നമുക്ക് ഇതുപോലെ ഫോം വാഷാണ് ഇതിൽ വരുന്നത്. അപ്പോൾ നിങ്ങൾക്കിത് കാണാൻ കഴിയും. അപ്പോൾ ഇത് കുറേശ്ശെ ചെയ്ത് ഉണ്ടല്ലോ, ഇത് കുറച്ച് ചെയ്ത് ഈ ഫോമിൽ തന്നെ നമുക്കിത് ഇല്ലാതായി പോകുന്നത് കാണാം. ഇത് പൂർണ്ണമായി പോയതിന് ശേഷം മാത്രം നമുക്ക് തുണിയിട്ട് ക്ലീൻ ചെയ്യാം. ഇപ്പോൾ നമ്മൾ നല്ല രീതിയിൽ എല്ലാ ഭാഗവും നല്ല രീതിയിൽ അടിച്ചിട്ടുണ്ട്. പിന്നെ ഇത് ഹെൽമെറ്റ് മാത്രമല്ല, നമുക്കത് പിന്നെ കാറിൻ്റെ ഡാഷ് അതുപോലുള്ള ഭാഗങ്ങളൊക്കെ നമുക്കിത് ഉപയോഗിച്ച് ക്ലീൻ ചെയ്യാൻ കഴിയും. കുറച്ച് നേരം വെയിറ്റ് ചെയ്യുക. ഇനി നല്ല ഒരു വെള്ള തുണി കൊണ്ട് ഇത് ക്ലീൻ ചെയ്ത് നോക്കാം. അപ്പോൾ ഇതാണ് ഇതിലിരുന്ന അഴുക്ക്. നല്ല അഴുക്കുണ്ട്. ഇത് നല്ല രീതിയിൽ നമുക്ക് വൃത്തിയായിട്ട് ക്ലീൻ ചെയ്തെടുക്കും.
അപ്പോൾ നല്ല രീതിയിൽ നമുക്കിത് ക്ലീൻ ചെയ്തിട്ടുണ്ട്. നല്ല അഴുക്കുണ്ടത് കണ്ടില്ലേ, ഇതിനകത്തിരുന്ന അഴുക്കാണ്, ഇത്രയും നല്ല അഴുക്കാണ് ഇതിനകത്തിരുന്നത്. നല്ല രീതിയിൽ കാണിച്ചു തരാം. അപ്പോൾ ഇപ്പോൾ നമുക്ക് നോക്കിയാൽ കാണാൻ കഴിയും, ഇതാണ് ഈ ഹെൽമെറ്റിനകത്തിരുന്ന അഴുക്കെന്ന് പറയുന്നത്. ഇതാണ് നല്ല രീതിയിൽ അഴുക്കുണ്ട്. അപ്പോൾ ഇതുപോലെയാണ് നമ്മുടെ ഹെൽമെറ്റ് സ്ഥിരം നമ്മൾ ഉപയോഗിക്കുമ്പോഴത്തേക്ക് ഇതുപോലെ അഴുക്ക് വന്ന് അടിയുന്നതാണ്, ഇതിനകത്ത് വന്ന് അടിയുന്നതാണ്. അപ്പോൾ ഇതിപ്പോൾ നല്ല രീതിയിൽ ക്ലീൻ ആയിട്ടുണ്ട്. അപ്പോൾ ഇതിനെക്കാട്ടി കുറച്ചുകൂടി നല്ല പെർഫ്യൂം അടങ്ങിയ പ്രൊഡക്റ്റ് മാർക്കറ്റിൽ കിട്ടും. പക്ഷേ ഇതിൻ്റെ സ്മെല്ല് എനിക്ക് ഈ പ്രൊഡക്റ്റിൽ നിന്ന് ഈ സ്മെല്ല് വലിയ ആയിട്ട് തോന്നുന്നില്ല. പക്ഷേ ഇതിനെക്കാട്ടി നല്ല പെർഫ്യൂമുള്ള പ്രൊഡക്റ്റ് വേറെയും മാർക്കറ്റിൽ വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ ഇത് നമുക്ക് അകത്തൊക്കെ നോക്കി കഴിയാം. നല്ല അടിപൊളിയായിട്ട് പുതിയ ഹെൽമെറ്റ് വാങ്ങിക്കുമ്പോൾ എങ്ങനെ ഇരിക്കും അതുപോലെ നല്ല ക്ലീൻ ആയിട്ടുണ്ടാകും അതൊക്കെ. അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങളുടെ ഹെൽമെറ്റ് ഇതുപോലെ സ്ഥിരം ഉപയോഗിക്കുന്ന ഹെൽമെറ്റാണെങ്കിൽ അതിൽ ഇതുപോലെ അഴുക്ക് വന്ന് അടിച്ചിട്ടുണ്ടാകാം. അപ്പോൾ നമ്മളിത് സ്ഥിരമായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ മുടി കൊഴിച്ചിൽ അങ്ങനെയുള്ള ഇതൊക്കെ ഉണ്ടാകാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ ഇതുപോലുള്ള ആൻറ്റി ബാക്ടീരിയൽ പ്രൊഡക്റ്റുകൾ മാർക്കറ്റിൽ വാങ്ങിക്കാൻ കിട്ടും. അതുപയോഗിച്ച് നിങ്ങളുടെ ഹെൽമെറ്റൊക്കെ ഇതുപോലെ ക്ലീൻ ചെയ്ത് എടുക്കാവുന്നതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക.